ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കിടുക്കാച്ചിയായിട്ടുള്ള എഗ് കട്ട്ലേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ചിക്കൻ ഇല്ലാതെയും കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ ഇല്ലാതെ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ ഒരു 5 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഗരം മസാലപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത്ര മാത്രം സാധനങ്ങൾ മതിയിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതാ നമ്മൾ സബോള ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ സബോള അരിയാനായിട്ട്. നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ സബോള ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചമുളകും അതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെക്കുക. ഇതാ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട്ലേറ്റ് കഴിക്കാൻ തോന്നിയാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയിട്ടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രെഡ് ഒന്ന് മുക്കിയിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെള്ളം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഞാൻ 5 ബ്രെഡും അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എഗ്ഗ് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക. നമുക്ക് മറ്റേ സാധനം ഉണ്ടെങ്കിൽ അതിന് വെച്ച് ഉടച്ചാൽ മതി. എൻ്റെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളായി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതേക്ക് ഓരോന്നൊക്കെ ചേർക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ഇതിലെ ആ പൊടിച്ച ശേഷം മുട്ടയ്ക്ക് സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും സബോളയും ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിട്ടിട്ട് കുഴക്കാൻ കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ ആയിട്ട് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയായിരിക്കും ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നോക്കണം കേട്ടോ ഉപ്പ്. പിന്നെ ഇതാ 1/4 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒപ്പായിട്ട് നന്നായി എല്ലായിടത്തേക്കും മിക്സായി വരുന്ന രീതിക്ക് ഒന്ന് ഇതാക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ മാറ്റുണ്ട് കേട്ടോ, മിക്സ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ അതിലിട്ടിട്ട്. അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജാറിലേക്ക് ഒരു 3 ബ്രെഡ് ആട്ടിട്ടുള്ളത്. ഇത് കൂടുതലാണ് കേട്ടോ, കുറച്ച് ബ്രെഡ് ഇട്ടാൽ മതി. ഒരു 2 ബ്രെഡൊക്കെ മതിയായിരിക്കും. ഇത് കുറച്ച് കൂടുതലായതാണ് കേട്ടോ. ഇനി നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊടിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം, വേഗം തന്നെ ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലൊന്ന് ഇങ്ങനെ ഇതാക്കി എടുക്കുക. ഇതാ ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം കേട്ടോ.
ഇതാ നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കട്ട്ലേറ്റും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിക്കാടാം. അപ്പം ഞാൻ പാൻ അവിടെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. പാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാന്. എനിക്കിതിന് കിട്ടിയിട്ടുള്ളത് ഒരു 12 എണ്ണമാണ് കേട്ടോ. ഞാൻ ആ 3 മുട്ടയും ബ്രെഡും എടുത്തതിൽ 12 എണ്ണ എനിക്ക് കിട്ടി. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിതാ എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായിട്ടുണ്ട്. എല്ലാവരും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് വേഗം മുട്ട ഉള്ളതുകൊണ്ട് വേഗം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മളെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കിടുക്കാച്ചായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. മിക്കതും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതയും വേഗം കേട്ടോ. എന്താ വെച്ചാൽ അതിൽ മുട്ട ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. പിന്നെ കരിയാതെ നോക്കണം. ഇതൊരു സമയമായപ്പോൾ ഇത് ബ്രൗൺ ആയി വന്നപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മറിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കട്ട്ലേറ്റ് ഒരുവിധം ഒക്കെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കട്ട്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സോസായിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.